മഴ പെയ്ത് കഴിഞ്ഞ് വെച്ചാലേ സത്യം പറയാ ചെറു തണുപ്പും അതേപോലെ തന്നെ ഒരു മടിയും തോന്നില്ലേ? പക്ഷെ മടിയും തോന്നൂട്ടാ. ആ മടിയും തോന്നൂട്ടാ. എന്താണെന്നല്ല, ചെറിയൊരു മടിയും തോന്നും, ഒരു മടുപ്പ് തോന്നും. അപ്പം ഈ രാവിലെ മുതലേ എന്തോ ഒരു സുഖമില്ലായ്മ. കിടക്കണം 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 എന്ന് മാത്രം ചിന്ത. ഡയർ ഇവിടെ എടുത്തിട്ട് അവിടെ ഹരിതകർമ്മസേനക്കാർക്ക് വയ്ക്കുക. കിടക്കണം കിടക്കണം തോന്നുക കേട്ടോ. എന്നാണ് പറഞ്ഞു വെച്ചാലോ, ഒരു രാവിലെ നല്ല കുട്ടികളും കൊണ്ട് സ്കൂളിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ മുതലില്ലേ, ഇറങ്ങിയപ്പോൾ മുതൽ നല്ല മഴ 11:30 വരെ. അതോ പെരും മഴ അല്ലേ, പൊന്നൂനെയൊക്കെ കൊണ്ടേക്കണവരെ. അത് കഴിഞ്ഞപ്പോഴേക്കും ഇതാണ്ടോ മഴ ഒന്ന് തോർന്നൂട്ടാ. നല്ല രീതിയിൽ മഴ തോർന്നു. ഞങ്ങളവിടെ കുറേ നേരം ഇരുന്നു. അപ്പം അങ്ങനെ ഇരുന്നിട്ട് അങ്ങോട്ട് ഉറങ്ങി കഴിഞ്ഞ് വെച്ചാൽ ഉറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ മൈഗ്രെയിൻ്റെ തലവേദന എടുക്കാൻ തുടങ്ങി. ഞാൻ വിചാരിച്ചത് കുറച്ചൊന്ന് ഭേദമായി എന്നുള്ളത്. ഭയങ്കര തലവേദന. പിന്നെ അവിടെ ഇങ്ങോട്ട് ഇരുന്നു. ഇനി ആദ്യം മുതൽ നമുക്ക് നമ്മുടെ വിശേഷമല്ല പണികൾ തുടങ്ങണം കേട്ടോ. ഇന്നത്തെ നമ്മുടെ രാത്രി വരെയുള്ള വിശേഷങ്ങൾ കാണിക്കുക. ഒരു 4:30 മുതൽ ഒരു എങ്ങനെ നമ്മൾ 10 മണി വരെ അല്ലേ. ഇതിൻ്റെ ഇടയിൽ കോങ്ങാടൊന്ന് പോകണമെന്നുണ്ട് കേട്ടോ. കോങ്ങാട് പോകണം. നമുക്ക് അരി സാധനങ്ങളൊക്കെ വാങ്ങാൻ ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇനി റേഷൻ കടയിൽ പോയിട്ടില്ല. റേഷൻ കടയിൽ പിന്നെ നാളെ പോകാമെന്ന് വിചാരിച്ചു. റേഷൻ കടയിൽ ഞാൻ പോയിട്ട് കാര്യമില്ല കേട്ടോ. റേഷൻ കടയിൽ ഏട്ടനോ അനിയനോ മാത്രം പോയാലേ കാര്യമുള്ളൂ. എൻ്റെ റേഷൻ കാർഡിൽ ഇവിടെ പേര് ചേർത്തിട്ടില്ല. ചേർക്കണം പറഞ്ഞിട്ട് എല്ലാതും അടുത്ത പുതിയ വീടായിട്ട് റേഷൻ കാർഡ് ആവുമ്പോൾ ചേർക്കുക എന്നുള്ള രീതിയിൽ ഞാനും എൻ്റെയും സുകന്യയുടെയും ഞങ്ങളുടെ രണ്ടാളുടെയും വീട്ടിൽ നിന്ന് വെട്ടിക്കൊണ്ടുവന്നിട്ടില്ല. എൻ്റെ ഇനി എന്തായാലും വീട്ടു നമ്പർ കിട്ടിയത് കൊണ്ട് ഇനി റേഷൻ കാർഡ് എടുക്കണം. വേഗം പോയിട്ട് റേഷൻ കാർഡ് എടുത്ത് ഈ ഗ്യാസ് നമ്മുടെ അനിയേട്ടൻ്റെ പേരിക്ക് എടുത്ത ഗ്യാസാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങളിനി പുതിയൊരു കണക്ഷൻ എടുക്കുക. ഈ വീട്ടു നമ്പറല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പുതിയൊരു കണക്ഷൻ എടുക്കുകയെന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ കൊടുക്കണില്ല എന്ന് പറഞ്ഞു. ഇനി നമുക്കൊരു പുതിയൊരു കണക്ഷനും കൂടി എടുത്തു കഴിഞ്ഞാൽ 4 കുറ്റി ഗ്യാസ് ആയി കഴിഞ്ഞാൽ നമുക്ക് സുഖമായില്ലേ. അപ്പോൾ എന്താ വെച്ചാൽ ഈ 2 കുറ്റികളും കൊണ്ട് ഒരു കുറ്റി കഴിയുമ്പോഴേക്കും ഒരു കുറ്റി വയ്ക്കുകയല്ലേ ചെയ്യണത്. അപ്പോൾ അങ്ങനെയായിരുന്നു ഇത്രയും ദിവസം വരെ. ഒരു കുറ്റി കഴിയുമ്പോൾ ഒരു കുറ്റി വെക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കുറ്റി കഴിയാറാകുമ്പോഴേ അടുത്ത കുറ്റി കിട്ടും. ഇപ്പോൾ 2 വീടും കൂടി ആയതുകൊണ്ട് അവിടുത്തെ കഴിയുമ്പോൾ ഇവിടെ ഉണ്ടാവും, ഇവിടുത്തെ കഴിയുമ്പോൾ അവിടെ ഉണ്ടാവും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അടുപ്പിൽ ചായ വെച്ചുകൂടെ ചോദിച്ചിരുന്നു. അടുപ്പിൽ ചായ വയ്ക്കാൻ പറ്റാണ്ടൊന്നുമല്ല. അടുപ്പിൽ ചായ വെക്കുമ്പോൾ എന്താണെന്നറിയോ, ഈ ആലുവ അടുപ്പിൽ അതൊന്ന് കത്തി, ഈ മഴയും കൂടി പിടിച്ചപ്പോൾ ഒന്ന് കത്തി പിടിക്കാൻ ഒരു ചെറിയൊരു താമസം പിടിക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഗ്യാസ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കൊണ്ട് ഗ്യാസ് വയ്ക്കും. അപ്പോൾ ഇവിടെ ഒക്കെ അവിടെ കൊണ്ട് വയ്ക്കും. അവിടെ കഴിഞ്ഞാൽ ഇവിടെ കൊണ്ട് വയ്ക്കും. അപ്പോൾ എല്ലാവരും ഇവിടെ കൊണ്ട് വയ്ക്കും. അതല്ലേ രസം. അവിടെ ഇവിടെ ഉപയോഗിക്കാമല്ലോ. അല്ലെങ്കിൽ ഓരോരുത്തന്നെ നമ്മൾ അങ്ങോട്ട് വരില്ല എന്നിട്ടിരിക്കുകയാണ് വേണ്ടത്. അല്ല, ഗ്യാസിൻ്റെ കണക്ഷൻ എടുക്കണം പറയാം. നമുക്ക് ഗ്യാസ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കുഴപ്പമില്ല. 2 പോട്ടെ, അതായത് രസമല്ലേ. പിന്നെ എല്ലാവരും പാടെ കൂടിയാകുമ്പോലെ. ഇപ്പോഴേ ചായ ഇല്ല കേട്ടോ. ഒന്ന് ബ്രൂവിൻ്റെ പൊടി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. കാപ്പി കുടിക്കുന്നൊരു പൊടി. ഇനി ഇവിടെ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെ ഉണ്ടോ? ഇവിടെ മഴ പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞല്ലേ ഏട്ടന് എന്തെങ്കിലും പണിയില്ലാതിരിക്കുക വെച്ചാൽ കാപ്പി വെക്കണം കേട്ടോ. കട്ടൻ കാപ്പി വെച്ചിട്ട് അതിൽ ബെല്ലിട്ടിട്ട് കട്ടൻ കാപ്പി വെച്ച് കുടിക്കും. എന്നിട്ട് അതിന് എന്താണെന്ന് ഇരിക്കുന്നറിയോ, അരി വറുത്തത്, അവിൽ നനച്ചത്, ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ ചെറുപയർ ശർക്കരയും വേവിച്ചത്, ഇതൊക്കെ ഇവർക്ക് ഉണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ്. മിഞ്ഞാന്ന് അനിയേട്ടൻ പറഞ്ഞതാണ് സുഖിയ ഉണ്ടാക്കുക എന്നുള്ളത്. എന്നാലും അമ്മ വരുമ്പോഴേ കുറേ ബേക്കറി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ ബേക്കറി കുട്ടികൾക്ക് അതിരിക്കട്ടെ വിചാരിച്ചു കേട്ടോ. അല്ലെങ്കിൽ അത് കുറച്ച് അവിടെ കൊണ്ടുപോയിട്ടിട്ടും ഇവിടെ കൊണ്ടുപോയിട്ടിട്ടും അങ്ങനെ ഉണ്ടാവും. എനിക്കെന്താണെന്ന് അറിയാം, ഷുഗർ ഉണ്ടെങ്കിൽ വെള്ളം കുടിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ദാഹിക്കുന്നു പറയുന്നേക്കാം. എനിക്ക് ഷുഗർ ഉണ്ടോ എന്ന് ചെറിയൊരു സംശയം. പോയി നോക്കേണ്ടി വരും. നാൾ പോയി നോക്കിയപ്പോൾ ഇല്ല. കാരണം വെള്ളം കുടിക്കാൻ ഇങ്ങനെ നാവ് ഇങ്ങനെ വരണ്ട് പോയില്ലേ നമുക്ക്. ഷുഗർ ഉണ്ടോന്നൊക്കെ നോക്കണം. സംശയിച്ചിട്ട് കാര്യമില്ല. ഷുഗർ നോക്കണം. ജീരകം കേട്ടോ, വെറുതെ കഴിക്കാൻ നല്ലതല്ലേ. എനിക്കിഷ്ടമാണ് വയറിന്. ഇന്ന് ഇതെന്താ കഴിച്ച് നമ്മൾ ഇലമീൻ കൂട്ടിയിട്ട് ചോറുണ്ട്. അപ്പം മുതൽ വയറിനൊരു സുഖമില്ലായ്മ. ഇപ്പം അങ്ങനെ ജീരകം കഴിച്ചാൽ നല്ലതാണ്.
ഹായ് അമ്മുക്കുട്ടി, ബാ കാപ്പി കുടിച്ചിട്ട് വെക്കോ. എവിടുന്ന് റോസ്? എന്തിനാ അമ്മൂട്ടിയെന്ന് മറിച്ച്? ഈ റോസിൻ്റെ ഒരു തെയ്യ് എന്താ വാങ്ങണം അവിടുന്ന്. നോക്കട്ടെ, ഇത് പണ്ടൊക്കെ അമ്മയൊക്കെ സ്കൂളിൽ പോകുമ്പോൾ അങ്ങനത്തെ റോസ് വെച്ചിട്ടാണ് പോവുക. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ റോസൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്താ കണ്ട. ഇത് നമ്മുടെ നാടൻ റോസ് ഇല്ലേ, അതാണ് കേട്ടോ. മറ്റേതില്ലേ, എന്താ പറയുക, ഊട്ട് റോസ്. ഇപ്പോൾ പല രീതിയിലുള്ളതില്ലേ. ഇതിൻ്റെ തെയ്യല്ല, ഒരു കൊമ്പ് കുഴിച്ചിട്ട് കഴിഞ്ഞ് വെച്ചാൽ അവിടെ മൊത്തം പടർന്നുണ്ടാവും. അതേപോലെ ഒരു വെള്ള റോസിനായിരുന്നു. ഇപ്പോഴത്തേക്ക് റോസ് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതല്ലേ. എന്താ പറഞ്ഞാൽ അച്ചാറ്. അമ്മൂന് ഇഷ്ടമായി അച്ചാർ. ഇനി അമ്മു അതന്നെ ആയിരിക്കും. നമ്മു ഇത് ഗുരുവായൂരപ്പന് കൊണ്ടുപോയിട്ട് വേണ്ട, നമ്മൾ മണത്ത് നോക്കി. ഇതാട്ടോ കാപ്പി കണ്ടില്ലേ. ഇല്ലെങ്കിൽ പാല് തിളപ്പിച്ചിട്ട് പൊടിയും പഞ്ചസാര ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഓരോ ഗ്ലാസ്സിലായിട്ട്. ഞാൻ അതെല്ലാവർക്കും പാടെ ഒട്ടേന്ന് വെച്ച് ഇങ്ങനെ ആക്കിയതാണ്. ചായ കുടിച്ചിട്ട് പോയ പുറവനാ എന്നാൽ അത് കൊണ്ടുപോ. ഇത് കളയണ്ട, നാളെ സ്കൂളിലേക്ക് പോകുമ്പോൾ വയ്ക്കാം. ശനിയാഴ്ച സ്കൂളില്ല അല്ലേ? ഇന്ന് ചന്ദനക്കുറിയൊക്കെ ഇട്ടിട്ടല്ലേ പോയിക്കണ്. പിന്നെന്താ നെറ്റിയിലെന്താ? ബാ കുഞ്ഞാ, ഡ്രസ്സ് മാറ്റിയിട്ട് വായോ. അവരോടൊക്കെ വരാൻ പറ ചായ കുടിക്കാൻ. മേമടയത്ത് എണീക്കാൻ പറ. ഞാനും കടന്നുറങ്ങായിരുന്നു കേട്ടോ. ഞാൻ അവളെ വിളിച്ചില്ല, കുറച്ച് നേരം കടന്നോട്ടെ. ഈ കുട്ടികളുടെ മല്ല് ചില്ലറയെന്നല്ല. എന്താ വെച്ചിട്ടാ, ഇന്ന് രാവിലെ പൊന്നുമല്ല കുഞ്ഞുണ്ണി സ്കൂളിൽ പോകണല്ലോ. രാവിലെ ഒരാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളേ. അവരോട് പുറപ്പിടിപ്പിച്ചിട്ട് ഇങ്ങോട്ട് വിടുമ്പോഴേക്കും നമുക്ക് എന്താ തലവേദന ഇല്ലാത്തവർക്ക് തലവേദന. സ്കൂളിൽ പോകണില്ലോ, ഇരിക്കുന്ന സ്കൂളിലോ, ഞാൻ പോകണില്ലോ, ഞാൻ പോകണില്ലോ. സാധാരണ തിങ്കളാഴ്ച ഉണ്ടാവില്ലേ, ഇന്ന് വെള്ളിയാഴ്ച ഇന്ന് പോകണില്ലോ, ഇക്ക് സ്കൂളിൽ പോകണ്ട ഇക്ക് പറഞ്ഞിട്ട്. പിന്നെ എന്തൊക്കെ പറഞ്ഞിട്ടാണെന്നറിയോ, എന്താ ഫുട്ബോൾ കളിക്കാരുടെ ഇത് വാങ്ങിത്തരാം, ബനിയൻ വാങ്ങിത്തരാം, വൈകുന്നേരത്തെ അച്ഛൻ വന്നിട്ട് കൂട്ടിയിട്ട് പോവാ, എന്തൊക്കെ ഒരു പൊന്നാരം പറഞ്ഞിട്ടാ. അപ്പോൾ രാവിലത്തെ ഇവിടുത്തെ അങ്കല്ലേ വീഡിയോയിൽ കാണാൻ നിന്ന ഓടും നമ്മൾ. അങ്ങനെയാണ് കേട്ടോ. ഒരാൾ ഇങ്ങോട്ടാണ് പറഞ്ഞു വെച്ചാൽ ഒരാൾ അങ്ങോട്ട്. ചെറിയ കുറച്ച് വലുതായി പറഞ്ഞിട്ട് കാര്യമില്ല. ചിലർ പറയും തല്ല് കൊടുത്തിട്ട് ശരിയാക്കുക. ഈ ഒന്നും കൂടി ഇല്ലേ, നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുക. അല്ലാണ്ട് തല്ലാൻ നിന്ന് കഴിഞ്ഞല്ലേ കരഞ്ഞങ്ങോട്ട് പൊളിക്കുമ്പോഴേ പിന്നെ ഈ വീട് മറിച്ചിട്ട് അടുത്ത വീട്ടിലേക്ക് മറിയും. അവനെ തല്ലാൻ ശരിയാവില്ല. ബാക്കിയുള്ളവരൊക്കെ തല്ലാൻ പറ്റും, അവനെ മാത്രം സ്കൂളിൽ നടക്കുമ്പോൾ അവനെ തോറ്റിട്ട് ക്ലാസ് മാറ്റിയിട്ട്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ആ കുട്ടിക്ക് ചീത്ത സൂക്കടിൻ്റെ പ്രശ്നമുണ്ട്. അവനെ കരയിപ്പിക്കില്ലേ ഞങ്ങള്. എന്ത് ഇനി അവൻ ചെയ്താലും അവൻ്റെ ആ ഇതിനെ നിൽക്കുള്ളൂ. നമുക്ക് പേടിയല്ലേ നമ്മുടെ മക്കളെ. നമുക്ക് പേടിയാണ് കേട്ടോ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ. അവന് എന്താ കരഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ആവോ എന്നൊരു പേടി ഉള്ളിൽ കൂടെ. ചെറുപ്പത്തിലേ അവൻ നല്ല പോലെ ഞങ്ങളെ പേടിപ്പിച്ചിട്ടുണ്ട് ചേട്ടാ. മരണ പേടിച്ചിട്ട് ഓടിയിട്ടുണ്ട് ഞങ്ങൾ. അടുത്ത വീട്ടിൽ ഞങ്ങൾക്കറിയില്ല ഈ കുട്ടിക്ക് അസുഖം വന്നപ്പോൾ. ഇപ്പം ഒന്നും അധികം ഉണ്ടാവലില്ല, മാറിയിരിക്കും. എന്നാലും പേടിയാണ്. ഡോക്ടർമാർ പറയുന്ന പോലെ കുറച്ച് അന്നത്തെ പേടി നമുക്ക് മാറിപ്പോയിട്ടില്ല മാത്രം. ഇപ്പം ഇവിടെ കിച്ചൂട്ടനെ നമുക്ക് ഇതാവുമ്പോഴല്ലേ, കിച്ചൂട്ടൻ മണ്ണെണ്ണ കുടിച്ചിട്ട് കടന്നതാണ് നമുക്ക് ഓർമ്മ വരിക. അപ്പം അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ. വാശി പിടിച്ച് മണ്ണെണ്ണ കുടിച്ചൊന്നുമില്ല, എന്താന്ന് അറിയാണ്ട് കുടിച്ചതാണ്. ജ്യൂസ് കുടിച്ചതാ. നമുക്ക് കുഞ്ഞുണ്ണിയുടെ കാര്യം അങ്ങനെയല്ല. കട്ടൻ കാപ്പി ആയിട്ടുണ്ട്. നേരം വെളുത്ത് കട്ടൻ കാപ്പി ആയിട്ടുണ്ട് എന്ന് അവളാക്കിയ ചായ വെച്ച് തരാം കേട്ടോ. ഒന്ന് ഞാൻ അവൾക്ക് ചായ വെച്ച് കൊടുത്താണ്. എടാ സൗണ്ട് കുറയ്ക്കണുണ്ണി. പൊന്നേ വീഡിയോന്റെ സൗണ്ട് കുറയ്ക്കടാ. നാളെ ലീവായതും കൊണ്ടേ എല്ലാവരും എന്താ വന്നത് ടി വിയുടെ മുമ്പിലാട്ടോ ഇരിക്കണത്. ചൂടുണ്ട്. സുനി വാ, അമ്മു അച്ചു വായോ. എന്താ അവിടെ കൊണ്ടേ കൊടുക്കട്ടെ കേട്ടാ. ഇങ്ങോട്ട് വന്നോളൂന്ന്.
താമ്പ് വേണ്ടേ? ആ കുട്ടിക്ക് നാറ്റി കൊടുക്കൊന്നുണ്ടാക്കി. ഓ അത് വേണ്ടാവും, മറ്റേ ക്ലാസ്സിൽ കൊടുക്ക്. ഇത് ചൂടാറിക്കട്ടെ ആറ്റി കൊടുക്കും, ആറ്റി കൊടുക്കും. ആ ആ അച്ഛ ചേച്ചിയുടെ അടുത്ത് വരാൻ പറ, ചായ കുടിക്കാൻ വരാൻ പറ. വിശേഷം ചായ കുടിച്ചിട്ട് പറഞ്ഞ പോരെ? രണ്ട് സ്കൂളിലാണെങ്കിൽ ഇങ്ങനെ വിശേഷം പറഞ്ഞോണ്ടിരിക്കണോ? ചായ കുടിച്ചിട്ട് വിശേഷം കൈകാലൊക്കെ കഴിയിട്ട് വരും. എന്താ അവിടെ നിന്നില്ലേ അവര് ഒരു 3 കിലോമീറ്റർ നടന്നിങ്ങോട്ട് വരാണ്ട് കേട്ടോ. ആ ബാഗ് കയറ്റിട്ട് വരുമ്പോഴേക്കും കുട്ടികൾ വന്നു കഴിഞ്ഞാൽ കുറച്ചു നേരം ഇരിക്കും. അത് ശരിയാണ്, അത് ശരിയാണ്. അമ്മൂന്റെ ബാഗിൽ മാത്രം കാണില്ല. ചായ കുടിച്ചോ? ചായ ഇല്ല ബ്രോ. ചോറ് വെച്ചാൽ മതി, ചോറ് വെച്ചാൽ മതി. മീൻകറി സതിയേട്ടനുള്ളതുണ്ട്, സതിയേട്ടന് ഏട്ടനുള്ള മീൻകറി ഉണ്ട്. പിന്നെ മീൻ വറുത്തതുണ്ട്. ഉമ്മക്കില്ലേ കോഴിമുട്ട പൊരിക്കാം കേട്ടോ. എനിക്ക് ചാറ് കറി വേണ്ട, നിനക്ക് വേണം? വേണം. ചാറ് കറിയിലുണ്ട്, എങ്ങനെ അവള് കൊണ്ട് വയ്ക്കും? ആ മുടി ഒന്ന് നേരെ വെച്ചാ. അത് സ്പ്രിങ് അങ്ങനെ ഇരിക്കട്ടെ. അത് ഏതോ ഒരു അവളുടെ മുടി മാത്രം അങ്ങനെ വരുള്ളൂ കേട്ടോ, നമ്മുടെ ആരുടെയും വരില്ല. പക്ഷെ അവളുടെ മുടി ഒരു പ്രത്യേക മുടിയാണ്. നോക്കിക്കഴിഞ്ഞാലും എന്നാ കുടിക്കണം, തണുപ്പായത് കൊണ്ട്. പൊന്നുച്ചിന് മുറുക്ക് വേണ്ടടാ? വേണ്ട. പൊന്നെ മുറുക്ക് വേണ്ടടാ? വേണ്ട, പോയിക്കവിടുന്ന്, ഏട്ടാ പോയിക്കവിടുന്ന് വരും. മുറുക്കുണ്ട്, മിച്ചർ എടുത്ത് വെച്ചിട്ടുണ്ട്. പോയിക്കവിടുന്ന് പറഞ്ഞ എന്താ നേന്ത്രപ്പഴുണ്ട്, അതുകൊണ്ടൊന്ന് ബിസ്ക്കറ്റ് വാങ്ങിയത് കൊണ്ടുവന്നതുണ്ട്. വാങ്ങിയതല്ല കേട്ടോ, അത് ഇന്നലെ വരുമ്പോൾ കൊണ്ടുവന്നതാണ്. മിച്ചർ അവിടെ ഒരു പാത്രത്തിൽ തോന്നും 1 കിലോനോളം ഒക്കെ ഉണ്ട് മിച്ചർ. അതിൻ്റെ ഉള്ളില ഇതുണ്ടോ മിച്ചറുണ്ട്. എന്താ 50 രൂപ കൊണ്ടുവന്ന സോയാബീൻ ആറ്റി കൊടുക്ക്. സോയ ചൂടാത്തറ കണ്ടോ, അതിനെക്കാട്ടിലാണ് കേട്ടോ. ദാ ഇത് കടല, നിലക്കടലല്ലേ. എപ്പോൾ വരുമ്പോഴും എന്താ മാസത്തിലൊരു പ്രാവശ്യം ഇങ്ങനെ നിലക്കടല ഇങ്ങനെ കൊണ്ടുവന്ന് തരും കുട്ടികൾക്ക് കൊടുക്കാൻ. സോയാബീൻസ് ഇവർക്ക് ഇഷ്ടമായത് കൊണ്ട് അതും കൊണ്ട്, അല്ലെങ്കിലും ഇവിടേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ബിസ്ക്കറ്റ് അതവിടെ എന്താ വീട്ടിലുണ്ട്, പോയി എടുത്തിട്ട് വന്നാ ഓരോ കൂടെ. അമ്മൂല്ലടി അവിടെ ബിസ്ക്കറ്റ് എടുത്തിട്ട് വന്ന പോയിട്ട് അച്ചു കണ്ട, അവൾക്ക് നടക്കാൻ വയ്യാത്ത പൊന്നു പോയിട്ടിട്ട് വന്നു. അവനവിടെ നീ ഇല്ലാന്ന് പറഞ്ഞ എങ്ങനെ ചേച്ചി വാ, ചേച്ചി ഇത് ചായ കുടിക്കുന്നത്. കോങ്ങാട് പോവാൻ നിൽക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ എപ്പോഴും വൈകിട്ടാ പോവാ, ഇന്ന് നേരത്തെ അല്ലേ? ചിലപ്പോ തിരക്കുണ്ടാവില്ല. പണി മാറ്റിയിട്ട് ആൾക്കാർ വരുന്ന സമയപ്പെടല്ലേ? കുഴപ്പമില്ല, നമുക്ക് നമ്മൾ സ്ഥിരം പോണതല്ലേ, നമ്മൾ വഴിക്കൊന്നുമില്ല. നമ്മൾ വഴിക്കില്ല. എൻ്റെ പൊന്നൂച്ചേ, എൻ്റെ പൊന്നൂച്ചേ. ഇനി നമ്മൾ മീൻകറി ഇന്നലെ വെച്ചതുള്ളതും കൊണ്ട് ഏട്ടനും അനിയനും മീൻകറി മതി കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കില്ലേ മുട്ട പൊരിക്കാമെന്ന് വിചാരിച്ച് പറഞ്ഞില്ലേ, മുട്ടയും മതി, അച്ചാറും ഉണ്ട്. ചൂടുള്ള കഞ്ഞിയാണ് പറഞ്ഞു വെച്ചാൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാട്ടോ. ഇന്ന് അങ്ങനെ പോട്ടെ വിചാരിച്ചു. എന്നും എന്താ എങ്ങനെ പറയുക, രാവിലെ പേരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി വൈകുന്നേരത്ത് ആക്കി കഴിഞ്ഞ് വെച്ചാൽ ഇനി രാവിലേക്ക് പിന്നെ ഇത് വേണ്ടേ, രാവിലെ വെക്കണ്ടേ. രാവിലെ നാളേക്ക് അനിയന് ചോറ് കൊണ്ടാണോ? അതും താഴേക്ക് മറിച്ച് പൊട്ടിക്കരുത്, എന്നാൽ കാലിൽ കുപ്പിച്ചില് കയറും സർക്കസ് കളിച്ചിട്ട്. ഒന്നാ ഒരു ഗ്ലാസ് ഇതേപോലത്തെ ഒരു കപ്പ് പൊട്ടിച്ചു. ഇത് നല്ല കനമുള്ള കപ്പായിട്ട് തന്നെ. സ്പൂൺ മാറ്റി, സ്പൂണ് മാറ്റട്ടെ? മാറ്റട്ടെ? അമ്മ തുണി മാറ്റിയാ പോവാ. എന്ത് നിക്കണ്? പോണ്ട പോകും. പോണ്ട കോങ്ങാടില്ലേ ഏട്ടാ? കോങ്ങാട് പോയിക്ക് എന്താ വാങ്ങിത്തരാം? പലചരക്ക് സാധനങ്ങൾ വാങ്ങിത്തരാം. പലചരക്ക് സാധനങ്ങൾ വാങ്ങിത്തരാം. വേണ്ടേ? എന്നാ പലചരക്ക് സാധനം വേണ്ട. ഉണ്ടാണ്. അതിന് പിന്നെ അത്യാവശ്യമാണ്, അത്യാവശ്യമാണത്. ഇജ്ജ് വരേണ്ടത് അത്യാവശ്യമാണ്. ഫ്രൈഡ് റൈസിലുള്ള അരി വാങ്ങിയിട്ട് വരണം.
കുഴിമന്തി അല്ലേ ഉണ്ടാക്കുന്ന ഇടയ്ക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടായിട്ട് കുറയില്ലേ അതിന് രണ്ടിനും ഒരു അരി തന്നെയല്ലേ? അരിയൊന്നും തന്നെ കുഴിമന്തി അല്ലേ ഒരു 3 നാഴി അരി ഇവിടെ ഉണ്ടിരിക്കണം, ഒരു 1 നാഴി അരിയും കൂടി മതി. അമ്മുക്കുട്ടി തുണി തിരുമ്പാളതൊക്കെ കൊട്ടയിൽ കൊണ്ടിടും, നാളെ രാവിലെ അത് തിരുമ്പിയിടാൻ സുഖം ഉണ്ടാവുള്ളൂ. അപ്പം ഞാനേ പോരാ. അപ്പോൾ നമ്മൾ കല്ലടിക്കോടല്ല കേട്ടോ, കോങ്ങാട് പോയി വന്നു. എന്താ ഇവരുടെ എന്താ മുട്ടിയത്, എന്താ കാണുന്നത്? നെറൂട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് ഇവർ നിൽക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോഴേക്കും മാറിക്ക് പറഞ്ഞിട്ട് കണ്ടില്ലേ? നിങ്ങൾ കഴിച്ചില്ലേ? അപ്പം ഞങ്ങൾ കഴിക്കാൻ പോട്ടെ കേട്ടോ. കിച്ചൂട്ടൻ അവിടെ ഇരുന്നിട്ട് കാണുന്നുണ്ടേ. ഇത്ര നേരം സുകന്യ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. 2 മുട്ട അല്ല, ഇത് ആർക്കുള്ള മുട്ടയെന്നറിയോ? ഇത് അനിയേട്ടനുള്ള മുട്ടയാണ് കേട്ടോ. നാളെ ജിമ്മിന് പോകുമ്പോൾ കഴിച്ചിട്ട് പോകാനുള്ളത്. എന്താ പൊറോട്ട കറി. പൊറോട്ട ഉണ്ടപ്പോ കഴിച്ചോ? പിന്നെ കുപ്പിക്ക് ആക്കണം. കുപ്പി ഇന്നലെ അവിടെ എടുത്ത് വെക്കണം വിചാരിച്ചിട്ട് ഇന്ന് ഇത്ര നേരം അത് ഓർമ്മ ഉണ്ടായില്ല. കുപ്പി കഴുകി വെക്കണം. അവിടെ ഉണ്ട് ഇഷ്ടം പോലെ തൈരുണ്ട്. അവിടുത്തെ ലൈറ്റ് ഈ പൊറോട്ട കൊണ്ടിട്ട് ആരും കഴിച്ചില്ല? കുട്ടികള് എല്ലാരും കഴിച്ചതിന്റെ ബാക്കിയുണ്ടോ? ഇനിയിപ്പോ ആർക്കും വേണ്ട, നടക്കറ്റക്ക് തന്നെ മതി. വെച്ചോ എങ്ങനെ കഴിക്കാൻ ഇഷ്ടം? എങ്ങനെ കഴിക്കും. പപ്പുട്ടിന് ഇഷ്ടമാണ് കേട്ടോ പൊറോട്ട. ഒന്നും അവന് കൊടുത്ത രാത്രി പൊറോട്ട പാടില്ലല്ലോ. കുട്ടികൾക്ക് ഒന്നും കൊടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ പൊറോട്ട കഴിച്ചു കഴിഞ്ഞാൽ ദഹിക്കുന്നവരൊക്കെയുള്ള സമയം കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പഠിച്ചിരിക്കും. പൊറോട്ട പകല് കഴിച്ചാൽ തന്നെ കല്ല് ഒഴിക്കാൻ മതിയാണ്. പിന്നെ രാത്രി കളി കാണില്ലേ? ആരൊക്കെ ഇന്ന് കളി കാണുന്നവര്? നേത കളി ആദ്യം ആരെ കളി അതറിയണോ? നിങ്ങൾ കളി കാണാൻ നിൽക്കുന്നത്. നീ കളിച്ചോ? നീ ഏതെന്ന് കളി? ആരൊക്കെ കളി? റൊണാൾഡോ? എന്തിനാണ് നിങ്ങൾ ഓർക്ക വെച്ച് കളി കാണാൻ നിൽക്കുന്നത്? എടാ ആരെ മാച്ച് എന്ന് പറ. കളി അതിനിവിടെ ആരും കളി കാണുന്നവരില്ലേ? ഇന്നലെ രാത്രി കണ്ടു. മതി നാളെ കോഴിക്കോട്ട് എന്ന പോലെ രാത്രി സാധിക്കാൻ നിൽക്കണം. ഒരു സമയത്ത് 2000 ആ സമയത്തൊക്കെ നല്ല കണ്ടായിരുന്നു. അന്നൊക്കെ എല്ലാ കളി കണ്ടായിരുന്നു. ഇപ്പോഴൊക്കെ വയസ്സായി. പിന്നെ ഇപ്പൊ കളി ഇന്നൊക്കെ കളിയില്ലാണ്ട് പറയുന്നതിന്റെ ഇടയ്ക്ക് ഫുട്ബോൾ കളിയൊന്നും കാണാൻ സമയം കിട്ടില്ല. അതൊക്കെ ഒരു സമയത്താണ് കളിക്കുമ്പോൾ രസം ഉണ്ടാവും. ഇതിൽ നിറയെ വെള്ളം വെച്ചിട്ടുണ്ടോ? ഇത്രയൊന്നും വെള്ളം വെക്കാൻ പറ്റില്ല. മുട്ട കഴിഞ്ഞ് ചൂടാവണ്ടേ? കുറച്ച് വെള്ളം മതിയായിരുന്നു. എൻ്റെ മുടിയിലെ മുരിഞ്ഞ കോഞ്ചിൽ ഊരുന്ന പോലെ ഊരുന്നുണ്ട്. എന്താ അങ്ങനെ മുടി പോണു? എൻ്റെ മുടി എൻ്റെ അമ്മേന്ന് പറയാ, മുടി നീളല്ലെങ്കിലും അങ്ങനെ ചെയ്തോടെ എനിക്ക്. ഇത് അമ്മ പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. ഉള്ള മുടി പോയാലോ വെച്ചിട്ടാ. പൊട്ടത്തലയാവല്ലേ? സോനി, നീ ഒരു കഷ്ണം മീനുള്ളൂ. ഇത് നീ നാളെ കഴിച്ചൂടെ സുകന്യ? അങ്ങടെ ഏതായാലും പൊറോട്ട മേലെ കനത്തിരിക്കട്ടെ. എന്റെ പപ്പുട്ടനെ ഇതിന്റെ മുള്ളൊന്നും ഞങ്ങൾ കൊടുക്കില്ല കേട്ടോ. അത് മതി. അവനെ അധികം കണ്ടമാനം തിന്നില്ല. അത് കുട്ടിയാണ്.
ചേട്ടാ ആ അല്ല ആ ഒരു ഗുളിക കൊടുക്കണേ അതെവിടെ വെച്ച്? ഗുളിക നാളെ രാവിലെ കൊടുക്കാം മുട്ടയിൽ കൂടെ പൊഴിച്ചിട്ട്. അവന് വയറുവേദന എടുക്കുക വെച്ചാൽ രാത്രി എന്താ ചെയ്യുക? തൊള്ളട്ട് അറിയും കൂടിയില്ല നമ്മൾ അതൊരു വിഷയമാണ് അല്ലേ? കുട്ടീനെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട. എണ്ട ഒന്നിച്ചത് പേശ എവിടുന്ന് പേശ അപ്പൊ അച്ഛക്ക് തരില്ല. ആ എവിടുന്ന് പേശ കിട്ടി? അപ്പൊ അച്ഛക്കല്ലേ തരണ്ട്? അച്ഛനെ മുട്ടായി തരിക. എന്താ ഇങ്ങനെ അവന് കുഴച്ച് കൊടുത്താലേ അവൻ കഴിക്കുള്ളൂ കേട്ടോ, ഇല്ലാതെ ഇന്ന് അവൻ കഴിക്കില്ല. എൻ്റെ ആ പൊറോട്ടയുടെ ഒരു പൊട്ടി ഇത് കൊടുക്കാല്ലേ? ഒന്ന് വേണമെങ്കിൽ കൊടുക്കാം. കൊടുത്ത കുഞ്ഞുണ്ണി എന്തെങ്കിലും കളി കണ്ടോ? ഇല്ല. ഏയ് വാതിൽ പൊളി ഇങ്ങനെ ഇട്ട് അടിച്ചാലേ അധികം അറിഞ്ഞിട്ടുണ്ടാവില്ല. ഞാനും നേരാക്കാൻ വിട്ടപ്പോ ഈ കെടുത്തിന് ഞാൻ നേരാക്കി തരില്ല. വാതിൽ പൊളിഞ്ഞ് അവിടെ കിടക്കും. ചവിട്ടി പൊളിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ വാതിൽ പിന്നെ തുണിയിട്ട് പൊളിച്ചു കൊടുക്കേണ്ടി. ഞാൻ നേരാക്കില്ല. നല്ല വാതിൽ ചവിട്ടി പൊളിച്ചിട്ടിപ്പോ എന്താ ഇപ്പൊ കഥ? ഇവിടെ വെള്ളം ഇവിടെടാ. ഞാൻ പോയിട്ട് മേലെ കിട്ടെ. എന്താ ഒരു സുഖമില്ലാത്തൊരു ദിവസം അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? രാവിലെ ചപ്പാത്തി ഉണ്ടാക്കണോ എന്താ ഉപ്മാവ് ഉണ്ടാക്കണോ? മറ്റന്ന് നമുക്കില്ലേ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം ഞായറാഴ്ച. ഉപ്മാവ് മതിയോ? എന്ത് വേണത്? എന്തെങ്കിലും ഉണ്ടാക്കുക. അപ്പോൾ എന്താണെന്നറിയോ, നാളെ കണക്ക് കൂട്ടണം. നാളെ ഇപ്പോൾ എന്താ രാവിലെ കൂട്ടാൻ വെക്കുക വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ആദ്യം മുതിരപ്പുളി വയ്ക്കാം. മുതിരപ്പുളിയും വയ്ക്കാം. മുതിരപ്പുളിയും വയ്ക്കാം. നമുക്ക് പപ്പടവും കാച്ചാൽ എന്താ മുട്ടയും മറക്കാം. രാവിലെ ചോറ് കൊണ്ടുപോകാൻ ഉപ്മാവും ഉണ്ടാക്കാം. പ്രശ്നം തോന്നില്ലേ? രാവിലേക്കുള്ളത് ഓരോന്നോരോന്ന് എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ എന്താണെന്നറിയോ, ആ സമയത്ത് നമ്മൾ കിടന്നിട്ടില്ലേ ഓടുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നേരത്തെ തന്നെ ഇന്നതാണ് പറഞ്ഞാൽ അതിനുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതിയല്ലോ. അല്ലെങ്കിൽ മുതിരയും മുരിങ്ങയും പാടെ വയ്ക്കാം. അപ്പോൾ എന്തായാലും നമ്മളില്ലേ നമ്മുടെ വിശേഷം നിർത്തുകയാണെങ്കിൽ നാളെ കാണാം.